അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വർഗം മുത്തഖീങ്ങൾക്ക് മാത്രം. അല്ലാഹുവിൻ്റെ ആജ്ഞകൾ തീർത്തും അനുസരിക്കുക, അവൻ വിരോധിച്ചവ മുഴുവൻ വർജിക്കുക. ക്ഷണികമായ ഐഹിക ജീവിതം ശാശ്വതമായ പാരത്രിക സൗഭാഗ്യത്തിനു വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കി അപ്രകാരം ജീവിക്കുക. അതാണ് മുസ്ലിമിൻ്റെ ബാധ്യത. എന്നാൽ മഹത്തായ സ്വർഗം ലഭിക്കും. അതിന് വിപരീതമായാൽ കഠോരമായ നരകശിക്ഷയായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരിക. വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നാൽ ഏതൊരാൾ അതിരു ലംഘിക്കുകയും ഐഹിക ജീവിതത്തിന് മുൻഗണന നൽകുകയും ചെയ്തുവോ, നരകം തന്നെയാണ് അയാളുടെ വാസസ്ഥലം. ഏതൊരാൾ തൻ്റെ റബ്ബിൻ്റെ സന്നിധാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നുവോ, സ്വർഗം തന്നെയാണ് അയാളുടെ താവളം. അപ്പോൾ ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനപ്പെട്ട ഒരു ഹദീസിലുണ്ട്. അദ്ദേഹം പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ 100 പടികളുണ്ട്. ഓരോ ഈ 2 പടികൾക്കിടയിൽ ആകാശഭൂമിക്കിടയിലുള്ള ദൂരമുണ്ട്. അതിൽ ഉന്നത ശ്രേണി ഫിർദൗസാകുന്നു. അതിൽ 4 നദികൾ ഒഴുകുന്നു. അതിന് മീതെയാണ് അർശ്. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. അപ്പോൾ സ്വർഗത്തിന് 100 പടികളെയുള്ളൂവെന്ന് ഇപ്പറഞ്ഞതിന് അർത്ഥമില്ല. എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരവസ്ഥയെ ഉദാഹരണത്തിൽ വിവരിച്ചെന്ന് മാത്രം. ഓരോ പടികൾക്കിടയിലെയും ദൂരം ആകാശഭൂമികളുടെ വിസ്തൃതിയാണെന്ന് വരുമ്പോൾ ഫിർദൗസിൻ്റെ ഉയരം എത്രയായിരിക്കും? അതിന് മീതെയാണല്ലോ അർശ്. സുബ്ഹാനല്ലാഹ്. അതിൻ്റെയൊക്കെ പ്രതിശാലയും ഉയരവുമൊക്കെ നമ്മുടെ സകല ഭാവനകൾക്കും ചിന്തകൾക്കും അതീതമാണെന്നുറപ്പാണല്ലോ. മഹത്തായ സ്വർഗപ്രവേശനം മുത്തഖീങ്ങൾക്ക് മാത്രം. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് മുത്തഖീങ്ങൾ. അല്ലാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും ലഭിക്കാനുള്ള വഴികാട്ടിയാണ് പ്രവാചക തിരുമേനി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭൂമേനിയോടുള്ള അങ്ങേയറ്റത്തെ മഹബത്തും അവിടത്തോടുള്ള സമ്പൂർണ്ണ അനുകരണവുമാണ് മുത്തക്കിയാകാനുള്ള മാർഗം. തഖ്വ അഥവാ ഭയഭക്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. തഖ്വ എന്നാൽ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ശിരസ വഹിക്കലും വിരോധനകൾ വർജിക്കുകയും ചെയ്യുകയാണ്. ഇപ്പറഞ്ഞത് സാധാരണ തഖ്വയാണ്. അല്ലാഹ് എന്ന ചിന്ത മനസ്സിൽ നിന്ന് മുറിഞ്ഞു പോവാതെ സൂക്ഷിക്കുന്ന ഒരു തഖ്വയുണ്ട്. അത് ഔലിയാഇൻ്റെയും ആരിഫീങ്ങളുടെയും തഖ്വയാണ്. അല്ലാഹുവിനെ പൂർണ്ണമായി തഖ്വ ചെയ്യാൻ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് വേണം. അറിവ് ലഭിക്കാൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുകയും ആരിഫീങ്ങളുമായി സഹവസിക്കുകയും വേണം. മഹബത്തിൽ നിന്നാണ് സകല ഇൽമുകളും ഉറവെടുക്കുന്നത്. അറിവുകൾ 4 വിധമാണ്: ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, മഅരിഫത്ത്. ഈ 4 ഇൽമുകളുടെയും അപ്പുറത്താണ് മുഷാഹദ എന്ന സമ്പൂർണമായ ഇൽമ്. അതാണ് മനുഷ്യന് നേടാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ അറിവ്. ഉപയുക്ത അറിവുകളുടെ ഓരോ രേഖകളും സ്വർഗത്തിൽ ഓരോ അരുവികളാകുന്നു. ഒന്നാമത് ശുദ്ധജലമാകുന്ന ശരീഅത്തിൻ്റെ അരുവി. രണ്ടാമത്തത് പാലൊഴുകുന്ന ത്വരീഖത്തിൻ്റെ അരുവി. മൂന്നാമതായി കള്ളൊഴുകുന്ന ഹഖീഖത്തിൻ്റെ അരുവി. നാലാമതായി തേനൊഴുകുന്ന മഅരിഫത്തിൻ്റെ അരുവി. അല്ലാഹു തആല മുത്തഖീങ്ങളായി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് മുത്തഖീങ്ങളോടൊപ്പം സ്വർഗപ്രവേശനം കരഗതമാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.